Hi everyone, welcome back. ഇന്ന് നമുക്ക് Windows 10 എങ്ങനെ Apache Maven ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ സ്റ്റെപ്സ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് JDK ആണ്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ JDK ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ JDK ഇൻസ്റ്റാളേഷന്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അത് നോക്കി നിങ്ങൾ ആദ്യം JDK ഇൻസ്റ്റാൾ ചെയ്യണം. അത് കഴിഞ്ഞ് Maven ഡൗൺലോഡ് ചെയ്ത് എൻവയോൺമെന്റ് വേരിയബിൾസിൽ നമുക്ക് പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്ര 3 സ്റ്റെപ്സ് ആണ് ഉള്ളത്. പക്ഷേ പാത്ത് നമുക്ക് യൂസർ വേരിയബിൾസിലും സിസ്റ്റം വേരിയബിൾസിലും സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജാവ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആണോ എന്ന് അറിയാനായിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. CMD എന്ന് ടൈപ്പ് ചെയ്താൽ മതി സെർച്ച് ബാറിൽ. അത് കഴിഞ്ഞ് ജാവ സ്പേസ് 2 ഹൈഫൺ ഇടാം, വേർഷൻ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജാവയുടെ അവൈലബിൾ ആയിട്ടുള്ള വേർഷൻ അത് കാണിക്കും. അല്ലെങ്കിൽ നിങ്ങൾ JDK ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പാണ് Maven ഡൗൺലോഡ്. അതിന് ഗൂഗിൾ എടുക്കുക, Maven എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ഈ സെർച്ച് ലിസ്റ്റിൽ ഫസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെ മാവന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അത് ഓപ്പൺ ചെയ്തിട്ട് ഡൗൺലോഡ്സിലേക്ക് പോവാം. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് Maven 8.5 ആണ്. കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഫയൽസ് കാണാം, കണ്ടോ? അതിൽ ഈ സെക്കൻഡ് വൺ ആണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇതാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് നെറ്റ്വർക്ക് സ്പീഡ് ഇത്തിരി കുറവുള്ള പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത് പോസ് ചെയ്യാണ്. ഇപ്പൊ ക്ലിക്ക് ചെയ്താൽ ഞാൻ പോസ് ചെയ്യാണ്. ഇപ്പൊ എന്റെ ഡൗൺലോഡ്സ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഈ ഫയലാണ് എനിക്ക് ഡൗൺലോഡ് ആയത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ഷൻ നിങ്ങൾ ഇവിടെ തന്നെ ചെയ്യണം. വൺസ് ഇത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കോപ്പി എടുത്തിട്ട് പ്രോഗ്രാം ഫയൽസിലേക്ക് പോവാം. കാരണം നമുക്ക് ഇതിന്റെ പാത്ത് സെറ്റ് ചെയ്യാനുള്ളതാണ്. എൻവയോൺമെന്റ് വേരിയബിളിലൊക്കെ പാത്ത് സെറ്റ് ചെയ്യാനുള്ള. അപ്പൊ ഡൗൺലോഡ്സ് വെച്ചിട്ട് നമ്മൾ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന അത്ര സേഫ് അല്ല. അപ്പൊ ഇതെല്ലാം എൻവയോൺമെന്റ് വേരിയബിളിലേക്ക് പ്രോഗ്രാം ഫയൽസിലേക്ക് മൂവ് ചെയ്തിട്ട് വേണം അവിടെ പോയി സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റർ പെർമിഷൻ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതും കൊടുത്ത് നിങ്ങൾ കോപ്പി ചെയ്യാം. ഓക്കെ, ദെൻ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് Apache Maven 3.8.5 തന്നെയാണ്. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വരെയുള്ള ലിങ്ക് ആണ്, ഇവിടെ വരെയുള്ള ഫോൾഡർ പാത്താണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കണം. ഓക്കെ, ദെൻ ദിസ് PC എന്ന് കാണുന്ന ഇവിടെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ആണ് ചെയ്യേണ്ടത്. പ്രോപ്പർട്ടീസിൽ പോകണം. പ്രോപ്പർട്ടീസിൽ ചെന്നിട്ട് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് അഡ്വാൻസ് സിസ്റ്റം സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എൻവയോൺമെന്റ് വേരിയബിൾസ് എന്നുള്ള ബട്ടൺ അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ 2 സെക്ഷൻ ഉണ്ട്. ഒന്ന് യൂസർ വേരിയബിൾസും ഉണ്ട്, പിന്നെ ഒന്ന് സിസ്റ്റം വേരിയബിൾസും ഉണ്ട്. സിസ്റ്റം വേരിയബിൾസിൽ നമുക്ക് 2 കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ഒന്ന് M2 ഹോം, ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യണേ. M2_home എന്ന് കൊടുത്തിട്ട് നിങ്ങൾ ആ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു ന്യൂവും കൂടി അടിച്ചിട്ട് സിസ്റ്റം വേരിയബിൾസിലാണ് ഇത് Maven, ഇതും എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യണം. Maven_home എന്ന് അടിച്ചിട്ട് ഇവിടെ അതും പേസ്റ്റ് ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഇത് രണ്ടും M2 ഹോമും Maven ഹോമും സെറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ചില സോഫ്റ്റ്വെയർസ് M2 ഹോമിന് വേണ്ടിയായിരിക്കും സെർച്ച് ചെയ്യുക, ചില സോഫ്റ്റ്വെയർസ് Maven ഹോം ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് രണ്ടും നിങ്ങൾ സിസ്റ്റം വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാത്തിൽ പോവാം. യൂസർ വേരിയബിൾസിൽ ഈ പാത്തിൽ പോയിട്ട് അതൊന്ന് എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏതെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത Mavenന്റെ പാത്താണ്. ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് അത് ഉണ്ടാവില്ല. എനിക്ക് ഇൻസ്റ്റാൾ ചെയ്തത് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾ ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ പാത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എൻവയോൺമെന്റ് ഇതിന് ഈ യൂസർ വേരിയബിൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു സ്ലാഷ് ഇട്ടിട്ട് ബിന്ന് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ഒരു ഡിഫറൻസ്. M2 ഹോമിലും Maven ഹോമിലും നിങ്ങൾക്ക് ആ Mavenന്റെ ഫോൾഡർ വരെയുള്ള ഫോൾഡർ പാത്ത് മതി. പക്ഷെ യൂസർ വേരിയബിളിൽ നിങ്ങൾ ബിന്ന് വരെയുള്ള പാത്ത് ആഡ് ചെയ്യണം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓക്കെ അടിക്കുക. അതിന് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. ഒന്നുകൂടി കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ നമ്മൾ ജാവയുടെ വേർഷൻ ചെക്ക് ചെയ്ത പോലെ തന്നെ MVN അടിക്കാം. Mavenന്റെ വേർഷൻ ഏതാണ് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കാണാം നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ലേറ്റസ്റ്റ് വേർഷൻ ആണ് Mavenന്റെ കാണിക്കുക. 3.8.5 ആണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത്. വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ 3.8.5 ആയിരുന്നു ഡൗൺലോഡ് ചെയ്തത് ലേറ്റസ്റ്റ് വേർഷൻ. അപ്പൊ അതാണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ Maven ഇൻസ്റ്റാളേഷൻ ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ JDK ഫസ്റ്റ് ഇൻസ്റ്റാൾഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആ സ്റ്റെപ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. JDK ഇൻസ്റ്റാൾഡ് ആണോ എന്ന് നോക്കുക മെഷീനിൽ, അല്ലെങ്കിൽ JDK ഇൻസ്റ്റാൾ ചെയ്യണം.
ദെൻ മാവൻ ഡൗൺലോഡ് ചെയ്യുക. അപ്രോക്സിമേറ്റ്ലി ഒരു 10 MB ആണ് മാവൻ ഉള്ളത്. അപ്പൊ നിങ്ങൾ നെറ്റ്വർക്ക് സ്പീഡ് ചെക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് യൂസർ വേരിയബിൾസിൽ മാവന്റെ ബിൻ പാത്ത് വരെ നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. പാത്തിൽ M2 ഹോമും മാവൻ ഹോമും സിസ്റ്റം വേരിയബിൾസിൽ നിങ്ങൾ ആഡ് ചെയ്യണം. ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ ആഡ് ചെയ്യേണ്ട. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ സ്മോൾ ലെറ്റർ ആയിപ്പോയി, സ്ലൈഡിലേക്ക് വെച്ചപ്പോൾ സ്മോൾ ലെറ്റർ ആയിപ്പോയതാണ്. നിങ്ങൾ രണ്ടും ക്യാപിറ്റൽ ലെറ്ററിൽ M2 ഹോമും മാവൻ ഹോമും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഫോൾഡർ പാത്ത് വരെ നിങ്ങൾ എൻവയോൺമെന്റ് വേരിയബിളിൽ സെറ്റ് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കമാൻഡ് പ്രോംപ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാവൻ നിങ്ങൾക്ക് സിസ്റ്റത്തിൽ കോൺഫിഗർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മാവൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ.